സുയികയും ശുഗയും ഒക്കെ പുറത്തേക്ക് ചെല്ലുന്ന സമയത്ത് രാജ്ഞി അവനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. രാജാവ് ആ ജനറലിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത സ്ഥിതിക്ക് ഇനി അയാളെ പണി ചെയ്യാനുള്ള അനുമതി തനിക്ക് നൽകണം, അയാളെ തൻ്റെ അടുത്തേക്ക് വിട്ടേക്കാൻ രാജ്ഞി ആവശ്യപ്പെടുന്നു. സുയിക അയാളെ പിടിച്ച് അടുത്തുള്ള ഭിത്തിയിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. അങ്ങനെ അയാൾ അവിടെ ചെന്ന് ഇടിച്ച് തെറിച്ച് താഴെ വീഴുന്നു. രാജ്ഞിയോട് ബഹുമാനമില്ലാത്തത് കൊണ്ടാണല്ലോ അവനിങ്ങനെ പെരുമാറുന്നത്. അതിന് രാജ്ഞി അവനെ കുറ്റപ്പെടുത്തിയപ്പോൾ ഇനി ആരെങ്കിലും ഇക്ഷാവോയെ എന്തെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ ഞാൻ ഉറപ്പായും കൊന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. സുയിക തിരികെ അവൻ്റെ കൊട്ടാരത്തിന് മുന്നിലെത്തുന്ന സമയത്ത് അവിടെ മാർക്കിസിൻ്റെ മകൻ്റെ വണ്ടി കിടക്കുന്നത് അവൻ കാണുന്നു. പക്ഷേ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ എവിടെയെന്ന് ആ വണ്ടിയുടെ അടുത്ത് നിന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ പുറകിൽ കൂടി വന്ന് ഇവൻ്റെ കണ്ണ് പൊത്തുകയും തമാശ കാണിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവൻ മുമ്പ് അവൻ്റെ അച്ഛനായിട്ടുള്ള മാർക്കിസിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അതിർത്തിയിലേക്ക് പോയതായിരുന്നല്ലോ. പിന്നെന്താണ് ഇപ്പോൾ പെട്ടെന്ന് തിരികെ വന്നതെന്ന് സുയിക അന്വേഷിക്കുന്നു. പ്രിൻസസിൻ്റെ വിവാഹം നടക്കുന്ന സമയത്ത് തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പങ്കെടുക്കണ്ടേ, അതുകൊണ്ട് വന്നതാണെന്ന് അവൻ പറയുന്നു. അവൻ മാത്രമല്ല അവൻ്റെ അച്ഛനായിട്ടുള്ള മാർക്കിസും എത്തിയിട്ടുണ്ട് എന്ന് അറിയിക്കുന്നു. എന്നിട്ട് ഒരുമിച്ച് പുറത്ത് പോയി വൈൻ കഴിക്കാനൊക്കെ അവൻ സുയികയെ ക്ഷണിക്കുന്നുണ്ടെങ്കിലും താൻ വരുന്നില്ല എന്ന് പറഞ്ഞ് സുയിക അവനോട് പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ശുഗ അകത്തേക്ക് വന്നപ്പോൾ ഫുയു അവനോട് അന്ന് സംഭവിച്ചതിനെ പറ്റിയൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അവനിങ്ങനെ ഇക്ഷിയാവോയ്ക്ക് വേണ്ടി രാജാവിനെ വെറുപ്പിച്ചതും രാജ്ഞിയോട് വഴക്കുണ്ടാക്കിയതും എല്ലാം ശുഗെ വിഷമത്തോടെ അവനോട് പറയുന്നു. പിന്നെ വിവാഹ ചടങ്ങിൽ നിന്ന് അവനെ മാറ്റി നിർത്തിയ കാര്യവും പറയുന്നുണ്ട്. ഇതെല്ലാം ഇക്ഷിയാവോയ്ക്ക് വേണ്ടിയാണ് എന്ന് മറ്റാർക്കും അറിയില്ലെങ്കിലും താങ്കൾക്കറിയാമല്ലോ എന്നും അവർ തമ്മിൽ പറയുന്നുണ്ട്. ഇതെല്ലാം ഇക്ഷിയാവോ കുറച്ച് അപ്പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. രാജാവ് ഇങ്ങനെ സുയികയോട് ദേഷ്യപ്പെട്ടതും അവനെ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയതുമൊക്കെ രാജ്ഞിക്കും പ്രൈം മിനിസ്റ്ററുമൊക്കെ സന്തോഷമാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം രാജ്ഞിക്കാണ്. സുയികയെ ക്രൗൺ പ്രിൻസ് ആക്കാതെ തൻ്റെ മകനെ ക്രൗൺ പ്രിൻസ് ആക്കാൻ രാജാവിന് വല്ല ഉദ്ദേശവും കാണുമോ എന്നൊക്കെ അവർ കടന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ പ്രൈം മിനിസ്റ്റർ അത്രയ്ക്ക് അങ്ങോട്ട് നിൽക്കുന്നില്ല. അങ്ങനെ സന്തോഷിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഈ ഒരു വാർത്ത എല്ലായിടത്തും സ്പ്രെഡ് ആവുന്നതിന് വേണ്ടി താൻ ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നും അയാൾ പറയുന്നു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷെങ്യാങ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവനും ഈ വിവരം അറിഞ്ഞിട്ട് അതിനെപ്പറ്റി ചോദിക്കാൻ തന്നെയായിരുന്നു വന്നത്. സുയികയെ ഇങ്ങനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അവനെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ചേട്ടന് പകരം ഞാൻ ആ സ്ഥാനത്തേക്ക് നിന്നാൽ എല്ലാവരും ചേട്ടനെ മോശക്കാരനായി കാണുകയില്ലേ, അതുകൊണ്ട് ഞാൻ അച്ഛനോട് പോയി സംസാരിച്ച് വീണ്ടും ചേട്ടനെ തന്നെ അങ്ങോട്ടേക്ക് ആക്കാൻ പറയാം എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പക്ഷെ അവനങ്ങനെ പോവുകയാണെങ്കിൽ ഇനി മുതൽ എന്നെ അമ്മ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞ് രാജ്ഞി അവനെ ശക്തമായി തടയുന്നു. അവന് സത്യത്തിൽ ഈ ഫൈറ്റിലൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ അവൻ്റെ അമ്മയെ ധിക്കരിക്കാനുള്ള ധൈര്യവുമില്ല. അതുകൊണ്ട് തൽക്കാലം അവനതനുസരിക്കേണ്ടി വരുന്നു. സുയിക തിരികെ വന്നയുടൻ അവൻ്റെ അമ്മയുടെ മെമ്മോറിയൽ സ്ഥലത്ത് കയറി നിന്നതാണ്. അവിടെ നിന്നുകൊണ്ട് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ അവൻ ഓർക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ അമ്മ മരിച്ച ശേഷം അവൻ അമ്മയുടെ ചിത്രവും നോക്കി എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഒരു ദിവസം രാജാവ് അവൻ്റെ അടുത്തേക്ക് നിന്ന് ആ ചിത്രം പിടിച്ചു വാങ്ങിയിട്ട് ഇനി മുതൽ ആ രാജ്ഞിയെപ്പറ്റി അവിടെ ആരും സംസാരിക്കാൻ പാടില്ല എന്നുള്ള ഓർഡർ നൽകിയത്. എൻ്റെ അമ്മ ജീശുവിൽ നിന്നുള്ള സ്പൈ അല്ല, അച്ഛനെ ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അമ്മയുടെ മരണത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ ശ്രമിക്കണം എന്നൊക്കെ അന്ന് അവൻ രാജാവിനോട് അപേക്ഷിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം അത് മൈൻഡ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ കുറച്ചുനാൾ കഴിഞ്ഞിട്ടും അവൻ പുതിയ രാജ്ഞിയെ അമ്മ എന്ന് വിളിക്കാത്തതിനും രാജാവ് അവനെ ക്രൂരമായി ശിക്ഷിക്കുന്നുണ്ട്. അവരെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് അവരെ അമ്മ എന്ന് വിളിക്കാൻ രാജാവ് അവനോട് ആവശ്യപ്പെടുന്നു. പക്ഷെ അപ്പോഴും അവൻ അതിന് തയ്യാറാവാതിരുന്നതുകൊണ്ട് അവിടുത്തെ നാനിയെ കൊണ്ട് അവനെ കുറേ തല്ലിയ ശേഷം ഇന്ന് എന്തായാലും അവരെ അമ്മ എന്ന് വിളിച്ചേ പറ്റുകയുള്ളൂ എന്ന് രാജാവ് പറയുന്നു. രാജ്ഞിയും അവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ. അവർ അവൻ്റെ അടുത്തേക്ക് നിന്ന് നീ എന്താണ് എന്നെ അമ്മ എന്ന് വിളിക്കാൻ ഇത്ര മടി കാണിക്കുന്നത്, വെറുതെ രാജാവിൻ്റെ ടെൻഷൻ കൂട്ടാതെ നിനക്ക് എന്നെ അങ്ങനെ വിളിച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അന്നും അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി പുച്ഛത്തോടെ ചിരിച്ചിട്ട് നിങ്ങളത് സ്വപ്നം കണ്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോഴും രാജാവ് അവനെ അടി കൊടുക്കാനായിട്ട് ശിക്ഷ വിധിക്കുന്നു. അങ്ങനെ ഒരുപാട് തല്ല അന്നും അവന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ ഓർത്ത് വിഷമിച്ചുകൊണ്ട് അവൻ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഈ സമയത്ത് ഇക്ഷിയാവോ അവൻ അവരുടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. മെങ്ജുൻഡാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. അന്ന് ചെക്ക് ചെയ്യാൻ എനിക്കൊപ്പം വരാൻ നിനക്ക് താല്പര്യമുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. അങ്ങനെ അവൻ അവരുടെ കൂടെ ചെല്ലുന്നുണ്ട്. ജീശുവിൽ നിന്നുള്ള വിവാഹ സമ്മാനങ്ങളൊക്കെ എത്തിച്ച കൂട്ടത്തിൽ ഷാജിങ്ഷിക്കുള്ള മരുന്നും എത്തിയിട്ടുണ്ട്. അത് മരുന്നാണ് എന്നൊന്നും അറിയാതെ മിനിസ്റ്റർ ഷെൻവു വേറെയും കുറേ സാധനങ്ങൾക്കൊപ്പം ഇത് ഷാജിങ്ഷിയുടെ റൂമിൽ എത്തിക്കുന്നു. അയാൾ പോയി കഴിഞ്ഞപ്പോൾ അവൻ അതിൽ നിന്ന് ആ മരുന്ന് എടുക്കാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ ആ പോയിസന്റെ എഫക്റ്റ് വല്ലാതെ അവനെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ മരുന്ന് മുഴുവനായി കഴിക്കാതെ അതിൻ്റെ പകുതി മുറിച്ച് അപ്പോഴും അവൻ മുമ്പ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതിൻ്റെ കൂട്ടത്തിൽ അവൻ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി പകുതി കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവൻ തളർന്ന് വീണ് അത് അവൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് താഴേക്ക് പോകുന്നുണ്ട്. എന്നു മുതലാണ് അവനിങ്ങനെ മരുന്ന് സ്റ്റോക്ക് ചെയ്യാൻ തുടങ്ങിയതെന്നുള്ള കാര്യം അവൻ ഈ സമയത്ത് അവിടെ കിടന്നുകൊണ്ട് ഓർക്കുന്നു. മുമ്പും ഇതേപോലെ രാജാവ് കൊടുത്തയക്കുന്ന ആൻറ്റിഡോട്ട് നോക്കി അവന് ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു തവണ അങ്ങനെ അവനുള്ള മരുന്നുമായിട്ട് വന്ന സമയത്ത് രാജാവിൻ്റെ ഒരു ഓർഡർ കൂടി അത് കൊണ്ടുവന്ന സെർവൻസിൻ്റെ കൈവശമുണ്ടായിരുന്നു. പോയിസൺ അവനെ ബാധിച്ച് വല്ലാത്തൊരവസ്ഥയിൽ ആയിരുന്നിട്ട് പോലും അവനത് നൽകാതെ ആ മെയിൻ സെർവൻറ്റ് ആ ഓർഡർ വളരെ പതുക്കെ വായിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇടയ്ക്ക് വെച്ച് അത് തെറ്റിയെന്ന് പറഞ്ഞ് എവിടെ വെച്ചാണ് വായിച്ചതെന്ന് ഓർമ്മയില്ല എന്ന് പറഞ്ഞ് അയാൾ വീണ്ടും ആദ്യം മുതൽ അത് വായിക്കാൻ തുടങ്ങുന്നു. ഇയാളിങ്ങനെ മനഃപൂർവ്വം സമയം കളയുന്നത് കണ്ട് നിങ്ഫയും വേറാനുമൊക്കെ അയാളോട് വേഗം ഇത് വായിച്ചു തീർക്കാൻ പറയുന്നുണ്ടെങ്കിലും അയാളത് ഒട്ടും മൈൻഡ് ചെയ്യാതെ വളരെ പതുക്കെ നല്ല സമയമെടുത്താണ് അത് വായിച്ച് തീർത്തത്. അതിനുശേഷം ഷാജിങ്ഷി അത് കയ്യിലേക്ക് വാങ്ങുന്നത് വരെ
അയാൾ ആ മരുന്ന് കൊടുക്കാനും തയ്യാറാവുന്നില്ല. ഷാജിൻഷ ഒരു വിധത്തിൽ ആ ഓർഡർ കയ്യിൽ വാങ്ങി കഴിഞ്ഞപ്പോൾ അയാളെ പുറത്തേക്ക് അയക്കാൻ വേറാൻ നിംഫയോട് പറയുന്നു. അങ്ങനെ ബാക്കിയുള്ളവരെല്ലാം പുറത്തേക്ക് ഇറങ്ങിപ്പോയ ശേഷമാണ് വേറാൻ ആ മരുന്നെടുത്ത് ഷാജിൻഷിക്ക് കഴിക്കാനായി നൽകുന്നത്. ആ സമയത്ത് ആദ്യമായിട്ട് അവൻ അതിൽ നിന്ന് പകുതി മരുന്ന് മുറിച്ച് മാറ്റി വെക്കുന്നു. എന്തിനാണ് അവൻ അങ്ങനെ ചെയ്യുന്നതെന്ന് വേറാൻ ചോദിച്ചപ്പോൾ ഇങ്ങനെ എല്ലാ മാസവും രാജാവ് കൊടുത്തയക്കുന്ന ആൻറ്റിഡോട്ട് പ്രതീക്ഷിച്ചിരുന്നാൽ എനിക്കിതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇന്നു മുതൽ ഞാനിങ്ങനെ കിട്ടുന്ന ആൻറ്റിഡോട്ടിൻ്റെ പകുതി സേവ് ചെയ്ത് വെക്കും. എന്നാൽ മാത്രമേ എനിക്കിതിൽ നിന്നൊരു മോചനം ഉണ്ടാവുകയുള്ളൂ. ഇനി ഞാൻ എത്രയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചാലും ഈ മാറ്റിവെക്കുന്ന മരുന്നിൽ നിന്ന് എനിക്ക് എടുത്ത് തരാൻ പാടില്ല എന്നൊരു മിലിറ്ററി ഓർഡറും അവൻ വേറാണ് നൽകുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ ഓർത്തുകൊണ്ട് ആ മരുന്ന് കയ്യിലെടുക്കാനായി മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന് പറ്റുന്നില്ല. ഈ സമയത്താണ് പ്രിൻസസ് അങ്ങോട്ടേക്ക് വരുന്നത്. ഇവനിങ്ങനെ താഴെ വീണ് കിടക്കുന്നത് കണ്ട് പ്രിൻസസ് ഓടി അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവൻ ആ മരുന്ന് എടുക്കാനായി കൈ നീട്ടുന്നത് കണ്ട് കാര്യം മനസ്സിലായി. അവൾ അതെടുത്ത് അവന് നൽകുന്നുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവന് കുറച്ച് ആശ്വാസമാവുന്നത്. അത് കഴിഞ്ഞപ്പോൾ അവൻ പതുക്കെ എഴുന്നേക്കാൻ ശ്രമിക്കുന്നു. അവൾ അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. പക്ഷേ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവൻ വേഗം അവളുടെ പിടിയൊക്കെ വിടുവിച്ച് മാറി നിൽക്കുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് താൻ ആരോടും പറയില്ല, ഇത് സീക്രട്ടായി സൂക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ തിരികെ പോകുന്നത്. മാസ്കമാനെ കുറിച്ച് ക്ലൂ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ ഇക്ഷിയാവോ സുഖിയെ കൂട്ടിക്കൊണ്ട് പോയത് അവിടെയുള്ള ഒരു അരുവിയിലെ ബോട്ടിലേക്കായിരുന്നു. മുമ്പ് എന്നെ വല്ലാതെ പ്രശ്നങ്ങൾ അലട്ടുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു ബോട്ട് എടുത്ത് വെറുതെ പോവാറുണ്ടായിരുന്നു. അത് ഓളത്തിനനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ വെറുതെ ആകാശം നോക്കി കിടക്കും. അങ്ങനെ കുറേ സമയം കടന്നു കഴിയുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ മാറി പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അവൾ ആ ബോട്ടിലേക്ക് കിടക്കുന്നു. അവനോട് അവിടെ കിടക്കാൻ പറയുന്നു. അങ്ങനെ അവനും അവിടെ കിടക്കുന്നുണ്ട്. അവൻ്റെ അച്ഛൻ അവനെ ആ വിവാഹ ചടങ്ങിൽ നിന്ന് മാറ്റിയതിനെക്കുറിച്ച് അവൾ ചോദിച്ചപ്പോൾ അക്കാര്യത്തിൽ എനിക്ക് വിഷമമൊന്നുമില്ല, ഞാനത് കെയർ ചെയ്യുന്നതേ ഇല്ല എന്ന് അവൻ പറയുന്നുണ്ട്. പിന്നെ അവൻ്റെ അമ്മയുടെ മരണത്തെക്കുറിച്ചാണോ അവൻ കെയർ ചെയ്യുന്നത്, അവൻ്റെ അമ്മ എങ്ങനെയാണ് മരിച്ചത് എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. അവൻ മറുപടി പറയാതെ ഇരുന്നപ്പോൾ പറയാൻ താല്പര്യമില്ലെങ്കിൽ പറയണമെന്നില്ല എന്നും അവൾ പറയുന്നു. പക്ഷേ അവൻ എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. 15 വർഷങ്ങൾക്ക് മുമ്പ് ജീഷുവിൽ നിന്ന് പിടികൂടിയ കുറച്ച് സ്പൈകൾ അവൻ്റെ അമ്മയും അവിടെ നിന്നുള്ളൊരു സ്പൈ ആണെന്ന് മൊഴി നൽകി. അത് ശരിയാണെന്ന് തെളിയിക്കുന്ന വിധത്തിൽ അവൻ്റെ അമ്മയുടെ സെർവൻ്റ് അവരുടെ റൂമിൽ നിന്ന് കുറച്ച് കത്തുകളും കണ്ടെടുത്ത് പ്രൈം മിനിസ്റ്ററെ ഏൽപ്പിച്ചു. അങ്ങനെ എല്ലാ തെളിവുകളും അവൻ്റെ അമ്മയ്ക്കെതിരായി. അതിനുശേഷം അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ തടവറയിലുണ്ടായിരുന്ന ആ ചാരന്മാരെല്ലാം സൂയിസൈഡ് ചെയ്തു. അമ്മയുടെ ആ സെർവൻറ്റും അധികം വൈകാതെ ഒരസുഖം ബാധിച്ച് മരിച്ചു. തെളിവുകളൊന്നും പ്രൈം മിനിസ്റ്റർക്കും മകൾക്കും എതിരായിട്ടല്ലായിരുന്നു. അവർ തെളിവുകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷെ അവർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് എന്നൊക്കെ അവൻ പറയുന്നു. അവന് വേണ്ടി വേണമെങ്കിൽ പ്രൈം മിനിസ്റ്ററെയും ഇപ്പോഴത്തെ രാജ്ഞിയെയും കൊല്ലാൻ താൻ തയ്യാറാണെന്ന് അവൾ പറഞ്ഞപ്പോൾ അവരെ കൊല്ലുന്നതുകൊണ്ട് എൻ്റെ പ്രതികാരം തീരില്ല, എൻ്റെ അമ്മയുടെ പേര് ക്ലിയർ ചെയ്യുകയാണ് മെയിനായിട്ടും എൻ്റെ ഉദ്ദേശം എന്നവൻ പറയുന്നുണ്ട്. പിന്നെ മുമ്പത്തെ അവൻ്റെ സെർവൻറ്റും മാസ്റ്ററുമൊക്കെ അവനെ കൊല്ലാൻ ശ്രമിച്ചതിനെ പറ്റിയും അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിനെപ്പറ്റിയും അവൾ ചോദിക്കുന്നുണ്ട്. അവരങ്ങനെയൊക്കെ കൊല്ലാൻ ശ്രമിച്ചതുകൊണ്ട് 14ാമത്തെ വയസ്സിൽ അവൻ ആരും അറിയാതെ കൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചോടി അവിടുത്തെ ആർമി ക്യാമ്പിൽ ജോയിൻ ചെയ്യുകയായിരുന്നു. മറ്റൊരു ഐഡൻറ്റിറ്റിയിലാണ് അവൻ അവിടെ ജോയിൻ ചെയ്തത്. അതുകൊണ്ട് ആരും അവനെ തിരിച്ചറിഞ്ഞതുമില്ല. ആ സമയത്തൊക്കെ എല്ലാവരും കരുതിയത് അവൻ മരിച്ചുപോയി എന്നായിരുന്നു എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് അവനോട് നല്ല സിമ്പതി തോന്നുന്നുണ്ട്. ഇനി മുതൽ നിന്നെ ആരും ഉപദ്രവിക്കാതെ ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തോളാം. നിന്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നിടത്തോളം കാലം ആരും നിന്നെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ അവൾ പറയുന്നു. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഒരാൾ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ കേൾക്കുന്നതെന്ന് അവൻ പുഞ്ചിരിയോടെ പറയുന്നുണ്ട്. മാർക്കിസ് തിരികെ ഈ സിറ്റിയിലേക്ക് വന്നിരിക്കുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ കാലിന് മുമ്പ് യുദ്ധത്തിൽ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തണുപ്പുള്ള സ്ഥലത്ത് താമസിക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് തിരികെ വന്നു കഴിയുമ്പോൾ കുറേ സമയം ഈ കാലിൻ്റെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരാറുണ്ട്. ഇപ്പോഴും ആ കാലിൽ ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചുകൊണ്ട് അതിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മകൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ആ സമയത്തും അദ്ദേഹത്തിൻ്റെ കയ്യിൽ മിലിറ്ററി മാറ്റേഴ്സിനെ കുറിച്ചുള്ള പേപ്പറുകൾ ഉണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് അവൻ അദ്ദേഹത്തെ വഴക്ക് പറയുന്നുണ്ട്. ഇവിടെ വന്ന് ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്തെങ്കിലും ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൂടെ എന്ന് അവൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുന്നു. പിന്നെ രാജാവ് ഈ വയസ്സാം കാലത്തും അദ്ദേഹത്തെ ഇവിടെ താമസിക്കാൻ അനുവദിക്കാതെ ഇങ്ങനെ അതിർത്തിയിലേക്ക് പറഞ്ഞയക്കുന്നതിലും അവൻ എതിർപ്പുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അതിൽ പ്രശ്നമൊന്നുമില്ല, രാജാവിനോട് എതിർപ്പുമില്ല. ഇപ്പോൾ തിരികെ വന്ന സമയത്ത് തന്നോട് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ സ്റ്റേ ചെയ്തോളാൻ രാജാവ് പെർമിഷൻ നൽകിയതാണ്. താനാണ് അത് സമ്മതിക്കാതിരുന്നത്. ഇവിടെ ആകുമ്പോൾ കൊട്ടാരത്തിലെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടേണ്ടി വരും. അതിർത്തിയിലാവുമ്പോൾ അതിലൊന്നും ഇടപെടാതെ സ്വസ്ഥമായിട്ട് കഴിയാമല്ലോ. കാലിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അലട്ടുമെന്ന് മാത്രമേ ഉള്ളൂ, അത് കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അവനെ പുതിയതായിട്ട് അവിടുത്തെ ഇമ്പീരിയൽ ഗാർഡ്സിൻ്റെ ചീഫായിട്ട് നിയമിക്കാൻ രാജാവ് തീരുമാനിച്ചിരിക്കുന്നതിനെ പറ്റിയും അദ്ദേഹം അവനോട് പറയുന്നുണ്ട്. അവന് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. എന്തിനാണ് സമ്മതിച്ചതെന്ന് ചോദിച്ച് അച്ഛനെ കുറ്റപ്പെടുത്തുന്നു. പക്ഷെ അദ്ദേഹം ഓൾറെഡി സമ്മതം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. സുഗയും ഇക്ഷ്യാവുവും ഇപ്പോഴും ആ ബോട്ടിൽ തന്നെയാണ്. കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് ചുറ്റും ലാൻഡേനുകൾ നിറയുന്നുണ്ട്. ഇതെന്തെങ്കിലും പ്രത്യേക ദിവസമാണോ ഇങ്ങനെ ആളുകൾ ഒരുപാട് ലാൻഡേനുകൾ ഒഴുക്കിവിടുന്നത് എന്താണെന്ന് അവൾ ചോദിക്കുന്നു. പ്രിൻസസിൻ്റെ വിവാഹം തീരുമാനിച്ചിരിക്കുന്നതുകൊണ്ട് രാജകുടുംബത്തിൻ്റെ സന്തോഷത്തിൽ ഇവിടുത്തെ ആളുകളും പങ്കുചേരുന്നതാണ് എന്ന് അവൻ പറയുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവന് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞോ,
അത് സാധിച്ചു തരാൻ തന്നെ കൊണ്ട് കഴിയാവുന്നതുപോലെ ഹെൽപ്പ് ചെയ്യാമെന്ന് അവൾ പറയുന്നുണ്ട്. അവന് പെട്ടെന്ന് ആഗ്രഹങ്ങളൊന്നും മനസ്സിലേക്ക് വരുന്നില്ല. ആ സമയത്താണ് അതുവഴി ഒഴുകി വന്നൊരു ലാൻഡേണിൽ എഴുതി വെച്ചിരിക്കുന്ന ആഗ്രഹം അവൻ കാണുന്നത്. അങ്ങനെ അവൻ അതെടുത്ത് നോക്കുന്നുണ്ട്. എൻ്റെ അടുത്തിരിക്കുന്ന ആളിനോടൊപ്പം ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയണമെന്നുള്ള ആഗ്രഹമായിരുന്നു അതിൽ എഴുതിയിരുന്നത്. അവൾക്കൊപ്പം അങ്ങനെ കഴിയണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് ഇപ്പോൾ അവനുമുള്ളത്. അതുകൊണ്ട് ഈ ലാൻഡേണിൽ എഴുതിയിരിക്കുന്ന ആഗ്രഹം തന്നെയാണ് എൻ്റേതുമെന്ന് അവൻ പറയുന്നു. അതെന്താണെന്ന് നോക്കട്ടെ എന്ന് ചോദിച്ച് അവളത് വാങ്ങാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവനത് കാണിക്കാൻ തയ്യാറാവുന്നില്ല. നിന്നെക്കുറിച്ചുള്ള ആഗ്രഹമാണ്, നീ സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് അവനത് ഒഴുക്കി വിടുന്നുണ്ട്. എന്നിട്ട് അവളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുന്നു. നിന്റെ ആഗ്രഹം തന്നെയാണ് എൻ്റേതും എന്ന് അവൾ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അവൻ ശരിക്കും സന്തോഷിക്കുന്നു. പക്ഷെ അവൾ പറഞ്ഞത്, ഞാൻ സേഫായിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത് പോലെ നീയും സേഫായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ്. അത്രയേ ഉള്ളൂ എന്ന് അവൻ ചോദിച്ചപ്പോൾ, അങ്ങനെയാണ് അതിൽ എഴുതിയിരിക്കുന്നതെന്നല്ലേ നീ പറഞ്ഞത്? അതാണ് എൻ്റെയും ആഗ്രഹം എന്ന് അവൾ പറയുന്നുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അവൾ കണ്ടിട്ടില്ല എന്ന് അവന് മനസ്സിലാവുന്നു. അങ്ങനെ അവൻ കുറച്ച് നിരാശനാവുന്നുണ്ട്. അവൻ്റെ ഈ എക്സ്പ്രഷനൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ശരിക്കും ചിരി വരുന്നു. ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് കിടന്നുകൊണ്ട്, ഇനി മുതൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മെമ്മോറിയൽ ഹാളിനകത്തെ ഇരുണ്ട മുറിയിൽ കയറി ഇരിക്കാതെ എൻ്റെ അടുത്തേക്ക് വരണമെന്ന് അവൾ പറയുന്നു. അവനത് സമ്മതിക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ അവർ ഒരുമിച്ച് ഫുഡ് കഴിക്കാനിരുന്ന സമയത്ത് അവൻ്റെ വീട്ടിലെ ഡിഷസ് വളരെ സിമ്പിളാണ് എന്നുള്ള കാര്യം പരാതി പോലെ അവൾ പറയുന്നുണ്ട്. ഒരു രാജകുമാരനായിട്ടും അവൻ്റെ വീട്ടിൽ ഇറച്ചിയും അങ്ങനെയുള്ള വിശേഷപ്പെട്ട വിഭവങ്ങളൊന്നും ഇല്ലാത്തതെന്താണെന്നും അവൾ ചോദിക്കുന്നു. മിലിറ്ററി ഫണ്ട്സ് വളരെ കുറവാണ്, അതുകൊണ്ട് തൻ്റെ ചിലവുകൾ വെട്ടിച്ചുരുക്കിയാണ് അതിനുവേണ്ടി കുറച്ചുകൂടി തുക കണ്ടെത്തുന്നതെന്ന് അവൻ പറയുന്നു. പിന്നെ അവൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്താണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതൊക്കെ റെഡിയാക്കി നൽകാമെന്നും അവൻ പറയുന്നുണ്ട്. പക്ഷെ തനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല, ഇതൊക്കെ തന്നെ ധാരാളമാണെന്ന് അവൾ പറയുന്നു. ഈ സമയത്താണ് ശുഗ അങ്ങോട്ടേക്ക് വന്നിട്ട് അന്ന് കൊട്ടാരം സഭയിൽ ഷെങ്യാങ് അവന് വേണ്ടി സംസാരിച്ച് രാജാവിനെ ദേഷ്യം പിടിപ്പിച്ചുവെന്നും പിന്നെ അവിടെ ഉണ്ടായിരുന്ന മന്ത്രിമാരെല്ലാം കുറേ പറഞ്ഞതിന് ശേഷമാണ് അവൻ്റെ ആ പൊസിഷൻ ഏറ്റെടുക്കാൻ അവൻ തയ്യാറായത് എന്നുമൊക്കെ അവനെ അറിയിക്കുന്നു. ഷെങ്യാങ്ങിൻ്റെ കാര്യം കേട്ടപ്പോൾ സുഗയ്ക്കും ചെറിയ വിഷമമുണ്ട്. അവൻ്റെ അമ്മയും മുത്തശ്ശനും താനും തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് ഭാവിയിൽ ഒരിക്കൽ അവൻ അറിയുമ്പോൾ അവൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്നാണ് സുഗയുടെ ടെൻഷൻ. പക്ഷെ അങ്ങനെയൊക്കെ ചിന്തിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, എന്തായാലും വരാനുള്ളതൊക്കെ സംഭവിച്ചാലേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇക്ഷിയാവോ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നെ അവൾക്ക് ഷാജിങ്ഷിയും ആ മെങ്ജിംറാനും തമ്മിൽ സംസാരിച്ചതിൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഷാജിങ്ഷിക്ക് അയാൾ വലിയൊരളവിൽ സിൽവർ എത്തിച്ചു കൊടുത്തതിനെ പറ്റിയായിരുന്നു അവർ സംസാരിച്ചത്. അതേപോലെ തന്നെ അത് അവിടെ എത്തിച്ചു കൊടുത്ത എസ്കോർട്ട് ഏജൻസിയുടെ പേര് അവൻ പറഞ്ഞതും അവളിപ്പോൾ ഓർത്തെടുത്ത് സുഗിയോട് പറയുന്നു. ആ പേര് കേട്ടപ്പോൾ അവരെ പറ്റി തനിക്കറിയാം, എത്ര റിസ്ക്കുള്ള എസ്കോർട്ടിംഗ് വർക്കും അവർ ഏറ്റെടുക്കാറുണ്ട്, അതുകൊണ്ട് അവർ പോപ്പുലറാണ് എന്ന് ശുഗെ പറയുന്നു. അങ്ങനെ അതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് സുഗെ പറഞ്ഞതനുസരിച്ച് ശുഗെ അപ്പോൾ തന്നെ പുറപ്പെടുന്നുണ്ട്. ഷാജിങ്ഷി ഈ സമയം വുയിങ് എന്ന അവൻ്റെ ഒരു സഹായമായിട്ട് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ദിവസം വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി സുഗെ കൊട്ടാരത്തിലേക്ക് വരുമെന്ന് അവനറിയാം. ആ സമയത്ത് ഇവിടെ നിന്ന് പുറത്തു കിടക്കാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ അവൻ കൂടെയുള്ള ആളെ പറഞ്ഞേൽപ്പിക്കുന്നു. സുഗെ പറഞ്ഞ ആ എസ്കോർട്ട് ഏജൻസിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് ശുഗെ അധികം വൈകാതെ സുഗയുടെ മുന്നിലെത്തുന്നു. ആ സമയത്തും ഇക്ഷിയാവോ അവിടെ ഇരിപ്പുണ്ട്. ഇക്ഷിയാവോ വന്ന കൊക്കയിലേക്ക് വീണ സമയവും മറ്റും കണക്കിലെടുത്ത് അന്വേഷിച്ചപ്പോൾ അന്ന് ഈ സിൽവർ അവിടെ എത്തിച്ചു കൊടുത്തിരിക്കുന്നത് ഈ സ്ത്രീ ആവാനാണ് സാധ്യത എന്ന് പറഞ്ഞ് ഒരു പെണ്ണിൻ്റെ ചിത്രവും അവൻ അവരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ആരിൽ നിന്നൊക്കെയോ ചോദിച്ചറിഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് അവൻ വരച്ചെടുത്തതാണ് ആ ചിത്രം. അപ്പം എൻ്റെ ഐഡൻറ്റിറ്റി ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ ശുഗെ അവരെ അറിയിക്കുന്നു. ആ ചിത്രത്തിലുള്ള പെണ്ണിനോട് ചെറുതായിട്ടെങ്കിലും സാമ്യമുള്ളവരെ പറ്റിയൊക്കെ കാര്യമായിട്ട് അന്വേഷിക്കാൻ ശുഗയ്ക്ക് ഓർഡർ നൽകി അയക്കുന്നുണ്ട്. ശുഗെ പോയി കഴിഞ്ഞപ്പോഴാണ് ഫുയു അങ്ങോട്ടേക്ക് വന്നിട്ട് മാർക്കിസിൻ്റെ മകൻ യാവോ അവനെ കാണാനായി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അവൻ എന്തിനാണ് വന്നതെന്ന് സുഗെ ചോദിച്ചപ്പോഴേക്കും യാവോ അങ്ങോട്ടേക്ക് എത്തുന്നു. എപ്പോഴത്തെയും പോലെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് തമാശയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൻ ഇപ്പോഴും സുഗയോട് സംസാരിക്കുന്നത്. പിന്നെ രാജാവ് തന്നെ ഇമ്പീരിയൽ ഗാർഡ്സിൻ്റെ ചീഫായി നിയമിച്ച കാര്യവും അവൻ ഒരു തമാശ പറയുന്നത് പോലെ സുഗയോട് പറയുന്നുണ്ട്. പെട്ടെന്ന് അച്ഛനെന്താണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് സുഗയ്ക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് എന്തായാലും ആ പൊസിഷനോട് ഒട്ടും താല്പര്യമില്ല, സ്വതന്ത്രമായിട്ട് ഇങ്ങനെ നടക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പൊസിഷൻ കിട്ടുകയാണെങ്കിൽ ഭാവിയിൽ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് സാധിച്ചേക്കും എന്നൊക്കെ യാവോ സുഗയോട് പറയുന്നു. എനിക്ക് വേണ്ടി നീ അങ്ങനെ ത്യാഗം സഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എൻ്റെ പേരും പറഞ്ഞ് നീ ആ സ്ഥാനത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല, നിന്നെ ഞാനങ്ങനെ കെട്ടിയിടാൻ ഉദ്ദേശിക്കുന്നില്ല, നിനക്ക് വേണമെങ്കിൽ അത് കളഞ്ഞിട്ട് സ്വതന്ത്രമായിട്ട് പൊയ്ക്കോളാൻ സുഗെ പറയുന്നുണ്ടെങ്കിലും നിന്നെ സഹായിക്കാൻ കോർട്ടിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ രാജാവ് ഈ ചടങ്ങുകൾ നടത്താനായിട്ട് സെക്കൻഡ് പ്രിൻസിനെ തിരഞ്ഞെടുത്ത സ്ഥിതിക്ക് എന്തായാലും ആരെങ്കിലുമൊക്കെ നിന്റെ സഹായത്തിനുള്ളത് നല്ലതാണ് എന്നൊക്കെ യാവോ പറയുന്നു. ഇവരുടെ ഈ സ്നേഹം കണ്ടിട്ട് ഇക്ഷിയാവോ എഴുന്നേറ്റ് നിങ്ങൾക്ക് പരസ്പരം ഇത്ര ഇഷ്ടമാണെങ്കിൽ രണ്ടുപേരും കൂടെ അങ്ങ് വിവാഹം കഴിച്ചുകൂടെ എന്ന് കളിയാക്കി ചോദിക്കുന്നുണ്ട്. അവൾക്ക് അസൂയാണ് എന്ന് പറഞ്ഞ യാവോ അവളുടെ അടുത്തേക്ക് വരുന്നു. ഈ സമയത്ത് അവളുടെ മുന്നിലിരിക്കുന്ന ആ ചിത്രം അവൻ കാണുന്നുണ്ടെങ്കിലും അതിൽ വിശദമായിട്ട് നോക്കാനുള്ള ചാൻസ് ഇക്ഷിയാവോ നൽകാതെ അവൾ ആ ചിത്രം എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് അത് സുഗെ വരച്ച തൻ്റെ ചിത്രമാണ് എന്ന് പറഞ്ഞ് സുഗയുടെ അടുത്തേക്ക് എന്ന് അവനോട് സ്നേഹമുള്ളതുപോലെയൊക്കെ കാണിക്കുന്നു. അവൻ്റെ ഭാര്യ എന്നാണല്ലോ മുമ്പ് സുഗെ
അവളെ അവന് പരിചയപ്പെടുത്തി കൊടുത്തത്. അത് ശരിയാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇക്ഷ്യാവോ പെരുമാറുന്നത്. അവളെ എന്തിനാണ് അങ്ങനെ കാണിക്കുന്നതെന്ന് സൂയികയ്ക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും എന്തായാലും അവൻ അതിനൊത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ സ്നേഹം കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ, എൻ്റെ കണ്ണ് മഞ്ഞളിക്കുന്നതെന്ന് പറഞ്ഞ് യാവോ എന്തായാലും അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ പോയി കഴിഞ്ഞപ്പോൾ അവൾ എന്തിനാണ് ആ ചിത്രം അവൻ്റെ മുന്നിൽ നിന്ന് മറച്ചു വെച്ചത്? ഇവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ള സ്ഥലത്തൊക്കെ പതിവായി പോവാറുള്ളത് അവനാണ്. അവനറിയാത്ത ഒരു പെണ്ണുങ്ങളും ഈ സിറ്റിയിൽ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ആ ചിത്രം അവനെ കാണിച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടിയേനല്ലോ എന്ന് സൂയിക പറയുന്നുണ്ട്. പക്ഷേ ഇക്ഷ്യാവോയ്ക്ക് അവനെ ആദ്യം മീറ്റ് ചെയ്തത് മുതൽ എന്തോ ഒരു ഇഷ്ടക്കേട് തോന്നിയിരുന്നു. അതെന്താണെന്ന് പറയാൻ എനിക്കറിയില്ല. എന്തായാലും തൽക്കാലം ഈ വിവരം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. മറ്റാരോടും ഇപ്പോൾ ഇതിനെപ്പറ്റി ഷെയർ ചെയ്യേണ്ടെന്ന് അവൾ പറയുന്നു. അവളിങ്ങനെ പറയുന്നത് കുറച്ചു മുമ്പ് അവൻ പറഞ്ഞതുപോലെ ഇനി ശരിക്കും അസൂയായിട്ട് അങ്ങനെ ആണോ എന്ന് സൂയിയെ ചോദിക്കുന്നുണ്ട്. അത് കേട്ട് അവൾ പിണങ്ങി പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ പെട്ടെന്ന് അവളെ പിടിച്ചിരുത്തിയിട്ട് അവളുടെ താല്പര്യം അങ്ങനെയാണെങ്കിൽ ഇതിനെപ്പറ്റി ഞാൻ ഇനി അടുത്തങ്ങ് ആരോടും ഷെയർ ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ രണ്ടുപേരും മാത്രം ഇതിനെപ്പറ്റി അറിഞ്ഞാൽ മതി എന്ന് അവൻ സമ്മതിക്കുന്നു. അവൻ ബാക്കി ആരോടും ഇല്ലാത്തൊരു സ്വാതന്ത്ര്യത്തോടെയാണല്ലോ ഈ യാവോ ഇടപെടുന്നത്. അതിന് എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ എന്നവൾ ഈ സമയത്ത് ചോദിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു അപകടം തരണം ചെയ്തിട്ടുണ്ട്. അന്ന് അതിർത്തിക്കടുത്ത് വെച്ച് ശത്രുക്കൾ ഞങ്ങളെ ആക്രമിച്ച സമയത്ത് അവൻ്റെ അച്ഛനായിട്ടുള്ള മാർക്കിസാണ് അവിടേക്ക് പാഞ്ഞെത്തി ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഞങ്ങളുടെ സൗഹൃദം ഇത്ര ശക്തമായത്. അവനാണ് എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടെന്ന് വേണമെങ്കിൽ പറയാം എന്നൊക്കെ സൂയിക്ക് അവനോട് വളരെ ഇഷ്ടമുള്ളതുപോലെ പറയുന്നു. യാവോ ഇമ്പീരിയൽ ഗാർഡ്സിൻ്റെ ചീഫായിട്ട് ഫസ്റ്റ് ഡേ ചാർജ് എടുക്കാൻ ചെല്ലുന്നത് തന്നെ 2 പെണ്ണുങ്ങളെയും കൂട്ടിയാണ്. ഷാജിങ്ഷിയുടെ താമസ സ്ഥലത്തിന് മുന്നിലായിട്ടാണ് അവൻ്റെ കാവൽ. അവൻ ചെന്ന് ചാർജ് എടുത്ത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഷാജിങ്ഷി മിസ്സിംഗ് ആണ് എന്നുള്ള ന്യൂസ് അവന് ലഭിക്കുന്നു. ഷാജിങ്ഷി രഹസ്യമായിട്ട് ആ വുയിങ്ങിനെ മീറ്റ് ചെയ്യാനായി പോയതായിരുന്നു. സൂയിയുടെ ആൾ അവനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും കുറേ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾക്ക് അവനെ മിസ്സാവുന്നു. അവനെ മാത്രമല്ല കൂടെ ഉണ്ടായിരുന്ന ആളിനെയും അയാൾക്ക് മിസ്സാവുന്നുണ്ട്. സൂയിക്ക് അന്ന് ഷാജിങ്ഷി നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ചടങ്ങുകൾ പൂർത്തിയാക്കാനായി കൊട്ടാരത്തിലേക്ക് വന്നിരുന്നു. ആ ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ ഷെങ്യാങ് അവൻ്റെ അടുത്തേക്ക് നിന്ന് അവൻ്റെ സ്ഥാനം താൻ ഏറ്റെടുത്തതിന് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ സൂയികയ്ക്ക് അതിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് സൂയിക അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് യാവോ അങ്ങോട്ടേക്ക് ഓടി എത്തിയിട്ട് ഷാജിങ്ഷി മിസ്സിംഗ് ആണ് എന്ന് പറയുന്നത്. ഷാജിങ്ഷി ഈ സമയം രഹസ്യമായിട്ട് അവൻ മീറ്റ് ചെയ്യാൻ വന്ന ആ വുയിങ്ങിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അവൾ ആ ഡെത്ത് ക്യാമ്പിൻ്റെ ഫൗണ്ടറായിട്ടുള്ള മാസ്റ്ററാണ്. ഷാജിങ്ഷിയുടെ നിർദ്ദേശം അനുസരിച്ച് കുറേ കാലമായിട്ട് അവൾ സുഷയിൽ ഒരു അണ്ടർ കവർ ഏജൻറ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും നാളും ആരെയും കയ്യിൽപ്പെടാതെ അവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടിയതിന് അവൻ ആദ്യമേ തന്നെ അവളെ അഭിനന്ദിക്കുന്നുണ്ട്. വിവാഹം കഴിയുമ്പോൾ തനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ എന്തെങ്കിലും വഴി കണ്ടെത്തണം. ഇവിടെ നിന്ന് ഞാൻ പോയി കഴിഞ്ഞാലും ഇവിടെയുള്ള നമ്മുടെ ആൾക്കാരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ആ ഡാൻസ് ഹൗസിലുള്ള നമ്മുടെ ആളിനെ കോൺടാക്ട് ചെയ്യാൻ ഈ ടോക്കൺ ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു ടോക്കൺ അവൻ അവളെ ഏൽപ്പിക്കുന്നുണ്ട്. യാവോ സൂയികയും കൂട്ടി അവിടെയൊക്കെ തിരഞ്ഞിട്ട് പുറത്തേക്ക് വന്ന് ഇമ്പീരിയൽ ഗാർഡ്സിനെ വഴക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഷാജിങ്ഷി തിരികെ എത്തുന്നു. അവൻ എവിടെയാണ് പോയത്, ആരെ കാണാൻ പോയതാണെന്നൊക്കെ സൂയിക അവനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. ഞാനിവിടെ വിവാഹത്തിനായി വന്നതാണ്, അല്ലാതെ നിൻ്റെ തടവുകാരനായിട്ട് വന്നതല്ല എന്ന് പറഞ്ഞ് ഷാജിങ്ഷി അതിനൊന്നും മറുപടി നൽകാതെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അവനെ നിരീക്ഷിക്കാൻ കൂടുതൽ ആൾക്കാരെ ഏർപ്പാടാക്കാൻ യാവോയോട് പറഞ്ഞിട്ട് സൂയികയും അവിടെ നിന്ന് തിരികെ പോകുന്നു. സൂയിക തിരികെ കൊട്ടാരത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ അവൻ ഷാജിങ്ഷിയെ ഫോളോ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരുന്ന ആൾ അവൻ്റെ അടുത്തെത്തി ഷാജിങ്ഷി തനിക്ക് മിസ്സായ വിവരം പറഞ്ഞ് സോറി പറയുന്നുണ്ട്. ഷാജിങ്ഷി നന്നായി പ്ലാൻ ചെയ്തിട്ടാണ് അവനിങ്ങനെ എസ്കേപ്പായി പോകാൻ സാധിച്ചത്. അവനുടെ സഹായത്തിന് ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് സൂയിക അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയത്താണ് ശുഗി അങ്ങോട്ടേക്ക് വന്നിട്ട് മുമ്പ് ആ ചിത്രത്തിലുള്ളതുപോലെയുള്ള ഒരു പെണ്ണിനെ കണ്ടെത്താൻ പറഞ്ഞതിനൊരു റിസൾട്ട് കിട്ടിയിരിക്കുന്നു. അവിടെ അടുത്തുള്ള ഒരു ഡാൻസ് ഹൗസിലെ റുയാൻ എന്നൊരു ഡാൻസർ ആ ചിത്രത്തിലുള്ള പെണ്ണുമായിട്ട് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളതായിട്ട് തോന്നിയിരിക്കുന്നു എന്നൊക്കെ സൂയികയെ അറിയിക്കുന്നു. അങ്ങനെ അവളെ മീറ്റ് ചെയ്യാനായിട്ട് സൂയിക അപ്പോൾ തന്നെ പുറപ്പെടുന്നുണ്ട്. വിവാഹം അടുത്തതുകൊണ്ട് പ്രിൻസസ് എന്ന രാജാവിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിന് മരുന്നൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ അദ്ദേഹം എന്തിനാണ് ഈ മരുന്ന് കഴിക്കുന്നതെന്ന് അവൾക്കറിയുമായിരുന്നില്ല. അങ്ങനെ ഒരു മരുന്ന് നൽകുന്നതിനെ പറ്റി അവിടുത്തെ ഫിസിഷ്യനൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അവൾ അക്കൂട്ടത്തിൽ ചോദിക്കുന്നു. അത് വെറുതെ എനർജി ബൂസ്റ്റ് ചെയ്യാനുള്ള മരുന്നുകളാണ് എന്നാണ് രാജാവ് അവളോട് പറയുന്നത്. പിന്നെ അവൾ പതിവില്ലാതെ ഇങ്ങനെ സ്നേഹം കാണിക്കുന്നത് എന്താണെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. വിവാഹം അടുത്തതുകൊണ്ട് ഇനി അവിടെ നിന്ന് മാറിപ്പോകണമല്ലോ, അതിൻ്റെ വിഷമം കൊണ്ടാണെന്നാണ് അവൾ പറയുന്നത്. വിവാഹം കഴിഞ്ഞാലും അവളെങ്ങും പോകുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൾ അദ്ദേഹത്തിൻ്റെ ഷോൾഡർ മസാജ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങുന്നു. ഈ സമയത്താണ് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് അങ്ങോട്ടേക്ക് ഒരു ടോക്കണുമായി വന്നിട്ട് ആ ടോക്കൺ തിരികെ കിട്ടിയിരിക്കുന്നു എന്നറിയിക്കുന്നത്. അതവിടെ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കാൻ രാജാവ് ഓർഡർ നൽകുന്നുണ്ട്. പ്രിൻസസിന് ഈ ടോക്കൺ കണ്ടപ്പോൾ എന്തോ ഒന്ന് സ്ട്രൈക്ക് ആവുന്നുണ്ട്. എന്തായാലും അവളത് പുറത്ത് കാണിക്കുന്നില്ല. അച്ഛനോട് വേണമെങ്കിൽ ഒന്ന് കണ്ണടച്ച് ഉറങ്ങിക്കോളാൻ പറഞ്ഞ് അവൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഷോൾഡർ മസാജ് ചെയ്ത് കൊടുക്കുന്നു. പക്ഷെ ആ സമയത്തും അവളുടെ കണ്ണ് അസിസ്റ്റൻ്റ് കൊണ്ടുവച്ച ആ ടോക്കൺ ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു. അത് അടിച്ചു മാറ്റാൻ അവൾക്ക് ഉദ്ദേശമുണ്ടെന്നാണ് തോന്നുന്നത്.